ഹായ് വെൽക്കം ബാക്ക് ടു 10 to Learn NMMS. 10 to Learn NMMSൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലമായി നമ്മൾ 10 to Learn NMMSൽ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കറിയാം ഏകദേശം 3-4 മാസമായി നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് NMMSൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആനുവൽ എക്സാമിൻ്റെയും സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ NMMSുമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 1-2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ NMMSൻ്റെ റിസൾട്ട് എത്തുമെന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഏപ്രിൽ 11 റെക്ടിഫൈഡ് ആൻസർ കീ നമ്മുടെ NMMS.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചില തെറ്റുകളുണ്ടായിരുന്നു. ആ തെറ്റുകളൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരുന്നു. പലരും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചൊരു ഫൈനൽ ആൻസർ കീ, റെക്ടിഫൈഡ് ആൻസർ കീ ഇപ്പോൾ NMMSയുടെ സൈറ്റിൽ, ഒഫീഷ്യൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 11 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് അതനുസരിച്ചാണ് ഇനി NMMSൻ്റെ റിസൾട്ട് വരാറുള്ളത്. അപ്പോൾ 1-2 ആഴ്ചക്കുള്ളിൽ എന്തായാലും റിസൾട്ട് വരും. സാധാരണ ഏപ്രിൽ മാസത്തിലാണ് NMMSൻ്റെ റിസൾട്ട്. മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലായിട്ടായിരുന്നു NMMSൻ്റെ റിസൾട്ട് വരിക. അപ്പോൾ ഈ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് NMMS 2023 റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് റെക്ടിഫൈഡ് ആൻസർ കീയിൽ ഏതൊക്കെയാണ് മാറ്റിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും ഏതൊക്കെയാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളത്. മാറ്റിൽ 5 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സാറ്റിൽ 1 ക്വസ്റ്റ്യനുമാണ് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട് റെക്ടിഫൈഡ് ആൻസർ കീ NMMS 2023 എന്നുള്ള അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ അതിൽ പാർട്ട് ഫസ്റ്റ് ആയിട്ടുള്ള മാറ്റിൽ 5 ക്വസ്റ്റ്യൻസും സാറ്റിലെ പാർട്ട് സെക്കൻഡിലെ അതായത് സാറ്റിലെ 1 ക്വസ്റ്റ്യൻസുമാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ, ക്വസ്റ്റ്യൻ സെറ്റ് ABCD കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് A സെറ്റിലുള്ള 30, B സെറ്റിലുള്ള 47ാമത്തെ ക്വസ്റ്റ്യനാണ്. അത് സി സെറ്റിൽ അത് 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. D സെറ്റിൽ അത് 75ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ സെറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ സെറ്റ് ഏതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഏതാണ്, അതനുസരിച്ച് നോക്കാം. ഇപ്പോൾ നോ കറൻറ്റ് ആൻസർ ആണ് ആ ക്വസ്റ്റ്യൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ A ക്വസ്റ്റ്യൻ സീരീസിൽ 80ാമത്തും, B ക്വസ്റ്റ്യൻ സീരീസിൽ 5ാമത്തും, C ക്വസ്റ്റ്യൻ സീരീസിൽ 51ാമത്തും, ദെൻ D ക്വസ്റ്റ്യൻ സീരീസിൽ 34ാമത്തുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ കറക്റ്റ് ആൻസർ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യന് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. മാറ്റിലെ 3ാമത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുള്ളത്, മൂന്നാമത്തെ റെക്ടിഫൈഡ് ആയിട്ടുള്ള ആൻസർ കീയാണ്. A സീരീസിൽ 47, B സീരീസിൽ ആ ക്വസ്റ്റ്യൻ 17 ആയിരുന്നു, C സീരീസിൽ 62, D സീരീസിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള അതിൽ ആൻസർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് C ആയിരുന്നു. കറക്റ്റ് ആൻസർ D ആണ്. അപ്പോൾ ആൻസർ അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടില്ല, ഫൈനൽ ആൻസർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് D ആണ് എന്നുള്ളതാണ്. ദെൻ 68ാമത്തെയും 38ാമത്തും 83, 23 ഈ ക്വസ്റ്റ്യൻ സീരീസിൽ A ക്വസ്റ്റ്യൻ സീരീസിൽ 68, B സീരീസിൽ അത് 38ാമത്തെ ക്വസ്റ്റ്യനാണ്, C സീരീസിൽ അത് 83ാമത്തും, D സീരീസിൽ 23ാമത്തെ ക്വസ്റ്റ്യനും ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഫൈനൽ റെക്ടിഫൈഡ് ആയിട്ടുള്ളത് A സീരീസിൽ 50ാമത്തും, B സീരീസിൽ ആ ക്വസ്റ്റ്യൻ 21ാമത്താണ്, C സീരീസിൽ 67ാമത്താണ്, D സീരീസിൽ 6ാമത്തും ആ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഇൻ ദ ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 5 മാറ്റിലെ 5 ക്വസ്റ്റ്യനിൽ 4 എണ്ണം ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. 1 ആൻസർ ഫൈനലൈസ്ഡ് ആസ് എ D എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സാറ്റിലെ A സീരീസിൽ 42ാമത്തെ ചോദ്യമായിരുന്നു, B സീരീസിൽ 45, C സീരീസിൽ 57ാമത്തെ ആ ചോദ്യം, D സീരീസിൽ 43ാമത്തെ ചോദ്യമായിരുന്നു. ആ ചോദ്യം ക്വസ്റ്റ്യൻ മിസ്റ്റേക്കാണ്, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസാണ് റെക്ടിഫൈഡ് ആൻസർ കീയിൽ നമുക്ക് നോക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ ആൻസർ കീ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് നിങ്ങളുടെ മാർക്ക് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ഡിസ്ട്രിക്ട് വൈസ് കട്ട് ഓഫ് മാറ്റം ഉണ്ടാവും, കാറ്റഗറി വൈസ് കട്ട് ഓഫ് മാറ്റം ഉണ്ടാവും.
അപ്പോൾ ഇനി ഒരു 2 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ NMMS 2023 ഫലം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.